ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചമ്മന്തിയാണ്. വേറെ ഒന്നുമല്ല, നെല്ലിക്ക ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നമുക്ക് ചോറിന്റെ കൂടെയൊക്കെ ഈ ഒരു ചമ്മന്തി മാത്രം മതി, നമുക്ക് എന്തേലും ചോറ് വേണേലും കഴിക്കാവേ. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് പോയി കണ്ടിട്ട് വന്നാലോ. 4 നെല്ലിക്ക എടുത്തിട്ടുണ്ട്, 7 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യമേ ഈ നെല്ലിക്ക ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നെല്ലിക്ക മൊത്തം നമ്മൾ ചേർത്ത് കൊടുത്ത് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ ചെറുതായതുകൊണ്ട് ഞാൻ അതേപടി തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. വലുതായിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പച്ചമുളകില്ലേ, പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ എരിവ് ഒത്തിരി ഉണ്ടെങ്കിൽ അതനുസരിച്ച്, ഇനി എരിവ് ഇച്ചിരി ഇഷ്ടമുള്ളവർ അതനുസരിച്ച് ചേർത്ത് കൊടുക്കും. ഞാൻ ഒത്തിരി ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യമേ മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ റിവേഴ്സ് സൈഡിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് വെച്ച് കറക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതൊന്ന് അതുപോലെ തന്നെ ഒന്ന് റിവേഴ്സ് സൈഡിലോട്ട് വെച്ചൊന്ന് കറക്കി എടുത്തോണ്ട് വരാം. ഇപ്പം നമ്മുടെ അടിപൊളി നെല്ലിക്ക ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒത്തിരി തേങ്ങ അരച്ചു കൊടുക്കുന്നില്ലേ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നോക്കിയപ്പം ഉപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മുടെ അടിപൊളി നെല്ലിക്ക ചമ്മന്തി റെഡിയായി. അപ്പൊ നമ്മുടെ അടിപൊളി നെല്ലിക്ക ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ. കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.